മനുഷ്യന് സ്വകാര്യത എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനാ അവകാശമാണ്. ആ സ്വകാര്യതയിലേക്കുള്ള ലംഘനം അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം അതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചൊരു കാഴ്ചയാണ് സലീമേട്ടൻ്റെ മരണ വീട്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് സഹപ്രവർത്തകയായിരുന്ന സുബി മരിച്ച സമയത്തും നവാസിക്ക മരിച്ച സമയത്തുമെല്ലാം ഇത് പലതരത്തിൽ സഹപ്രവർത്തകരായ ഞങ്ങളും ബന്ധുമിത്രാദികളുമൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും സലീമേട്ടൻ മരിച്ചപ്പോഴുണ്ടായിരുന്നത് അതിൻ്റെ എല്ലാ സീമകളെയും ലംഘിച്ചിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. അതിൽ എല്ലാ ജോലിയും അതർഹിക്കുന്ന മാന്യതയോടുകൂടി മര്യാദയോടുകൂടി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർ ഞാനീ പറയുന്നതിൽ നിന്ന് പൂർണ്ണമായും എക്സ്ക്ലൂഡഡ് ആണ്. അവരെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഒരു സെറ്റ് മൊബൈൽ മാധ്യമ പ്രവർത്തകരും ഒപ്പം തന്നെ കാഴ്ചക്കാരായിട്ടുള്ളവർ, അവർ മാധ്യമപ്രവർത്തകരൊന്നുമല്ല, എല്ലാവർക്കും കാണുന്ന എല്ലാ കാര്യങ്ങളും എന്തോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമുള്ളതുപോലെ എത്തുക വഴിയാണ് ഇന്നലെ മിനിയാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. സലീമേട്ടൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുഴുവൻ സമയം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ചന്തു ഇന്നലെ സന്ധ്യ കഴിഞ്ഞ് ചടങ്ങ് കഴിഞ്ഞ് ചിത കത്തിക്കഴിഞ്ഞ് ശേഷം മുറിയിലെത്തിയപ്പോൾ ചന്തുവിനോട് ചോദിച്ചു, ചേട്ടാ ഞാൻ അങ്ങനെ ഒച്ചയെടുത്തത് മോശമായി പോയോ എന്ന് ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ഇല്ല, മറ്റൊരു വഴിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം സലീമേട്ടൻ തന്നെ അവിടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാനിതിന് ശേഷം വന്ന് നിങ്ങളെ അങ്ങനെ ഇങ്ങനെ ഉപദ്രവിക്കുകയൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് ചടങ്ങുകളൊന്നും വേണ്ട. അവിടെ അങ്ങനെ ഒരു മരണാനന്തര ചടങ്ങുകൾ എന്ന് പറഞ്ഞ് നമ്മൾ നടത്തുന്ന ഒരു വിധത്തിൽപ്പെട്ട മതപരമായ ചടങ്ങുകളും അവിടെ ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസിൻ്റെ ഒരു ചടങ്ങാണ്. ആ പോലീസിൻ്റെ ചടങ്ങിന് ആ തോക്കൊന്ന് തിരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയും ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളൊന്നും മാറി നിൽക്കുക, അവരൊന്ന് ഈ ചടങ്ങ് നടത്തിക്കോട്ടെ എന്ന് അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തൊട്ട് ഞങ്ങൾ ഉൾപ്പെടെ മരിച്ചു കിടക്കുന്ന ആളുടെ മകൻ ഉൾപ്പെടെ റിക്വസ്റ്റ് ചെയ്തിട്ടും ഒരാൾ പോലും അതനുസരിക്കാതെ അല്ലെങ്കിൽ ഒരു മാന്യത. ഈ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് വെച്ചതാണ്. ഇവിടെ രമേശ് പിഷാരടി പറഞ്ഞതുപോലെ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടേണ്ട ഒരു കൂട്ടരുണ്ട്, അവരെ കുറിച്ചല്ല ഈ പറയുന്നത് അത്രയും. പക്ഷേ അവിടെയും ചില ആളുകൾ, ഇന്നലെ ചില ആളുകൾ ഫേസ്ബുക്കിൽ ചില അജണ്ടകൾ പേറി അജണ്ടകൾ തലയിൽ ചുമന്ന് നടക്കുന്ന ചില ആളുകൾ ചില ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടത് കണ്ടു. അതിൽ പറയുന്നത് കൃത്യമായിട്ട് മലയാളിയുടെ പ്രബുദ്ധത എന്ന, മലയാളിയുടെ പ്രബുദ്ധതക്കൊന്നും ഒരു കുറവുമില്ല. എവിടെയും എല്ലായിടത്തും ഈ പറയുന്ന എന്താ പറയേണ്ടത്, മാറ്റി നിർത്തപ്പെടേണ്ട ചില കൂട്ടർ എല്ലായിടത്തുമുണ്ട്. മനസ്സിലായില്ലേ? ചിലർ എന്ന് പറഞ്ഞാൽ ചില കൂട്ടങ്ങൾ തന്നെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, ചിലർ ആ കൂട്ടത്തിൽ ചില ആളുകളെ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്. ഇവിടെ സംഭവിച്ചത് അത് മാത്രമാണ്. സലീം കുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ചിത ആ ഒരു സമയത്ത് അവസാന കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് നടന്നത് കൃത്യത്തിൽ ഈ പറയുന്ന ചില ഓൺലൈൻ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ ചില മുഖ്യധാര മാധ്യമങ്ങൾ, അതിൽ എസ്പെഷ്യലി എല്ലാം വിറ്റ് കാശാക്കണമെന്ന് ആഗ്രഹിച്ച് മാത്രം ജീവിക്കുന്ന ചില ആളുകൾ, അത് ഓൺലൈൻ മാധ്യമങ്ങളിൽ പെടുന്ന ആളുകളുമുണ്ട്. സോക്കോൾഡ് ഇവരകളൊന്നും മാധ്യമങ്ങളെന്ന് വിളിക്കാൻ പോലും പറ്റൂല. ചില ആളുകൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നു, ചില ആളുകൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നു, ചില ആളുകൾ ന്യൂസ് റൂമുകൾ സ്റ്റുഡിയോകൾ ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് സംപ്രേഷണം ചെയ്യുന്നു, ചില ആളുകൾ വീട്ടിലെ റൂമിലിരുന്ന് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നു. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. ഇവറ്റകളെ ഈ രണ്ടിൽ ഏതാണെങ്കിലും ശരി, ഇവറ്റകളെ മാധ്യമങ്ങളെന്ന് വിളിക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം രമേശ് പിഷാരടി പറഞ്ഞതിൽ ചില മൊബൈൽ മാധ്യമങ്ങൾ, ചില സാധാരണക്കാരായ ആളുകൾ അവരും ഇതുപോലെ ഷൂട്ട് ചെയ്യാൻ പരിശ്രമിച്ചു, അതിനുവേണ്ടി തിക്കും തിരക്കും ഉണ്ടാക്കി. ഒരു കാര്യം ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇങ്ങനെ ഒരു കൂട്ടരെ എന്തും വിറ്റ് കാശാക്കാനുള്ളതാണ് എന്ന ഒരു മനോനിലയത്തിലേക്ക് ഒരു കൂട്ടരെ സൃഷ്ടിച്ചെടുത്തത് കേരളത്തിലെ ചില വേശ്യാ മാധ്യമങ്ങളാണ്. ചില വേശ്യാ മാധ്യമങ്ങളാണ്. ഒരു ധാർമ്മികതയുമില്ലാതെ, ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ, മാധ്യമ പ്രവർത്തനത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് കൂട്ടിക്കൊടുപ്പ് മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില വേശ്യാ മാധ്യമങ്ങളാണ് ഇത്തരം ആളുകൾക്ക് പ്രചോദനമായി മാറിയത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തും ചെയ്യാം, എന്തും വിളിച്ചു പറയാം, എന്ത് തമ്മാടിത്തരവും പറയാം എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ച് കേരളത്തിലെ ലൈസൻസ് ഉള്ള
മാധ്യമ സ്ഥാപനങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകളാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതിനൊക്കെ വളം വെച്ച് കൊടുത്തത് അവർ തന്നെയാണ്. പിന്നെ ഈ പറയാനുള്ളത്, സലീം കുമാറിൻ്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളോട് 1% പോലും യാതൊരു രീതിയിലും യോജിപ്പില്ല. എല്ലാ അർത്ഥത്തിലും യോജിപ്പാണ്. എന്നാലും ചിലത് പറയാതെ വയ്യ. മനസ്സിലായില്ലേ? നമ്മൾ ഈ കാണുന്ന ഓൺലൈൻ മൊബൈൽ മാധ്യമങ്ങൾ ഇവരെ സൃഷ്ടിച്ചെടുത്തത് ആരാ? ഇവർക്ക് വെള്ളവും വളവും ഇട്ട് നൽകിയത് ആരാ? ഈ പറയുന്ന സിനിമാക്കാർ തന്നെയാ. അവരുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, അവർക്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് 4 കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ തന്നെ വെള്ളവും വളവും ഇട്ട് വളർത്തിയതാണ് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ രമേശ് പിഷാരടിയെ അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയേണ്ടത്, സലീം കുമാറിനെ അല്ല. സിനിമാ മേഖലയിൽ നിന്നുള്ള ചില ആളുകൾ തന്നെയാണ് ഇത്തരക്കാരെ വെള്ളവും വളവും നൽകി വളർത്തിയത് എന്നുള്ളതാ. അത് കാണാതെ പോകാൻ പറ്റില്ല. കാരണം അത്തരക്കാർക്ക്, ഈ സിനിമാ മേഖലയിൽ നിന്നുള്ള അത്തരക്കാർക്ക് ഇത്തരം പ്രമോഷൻ വേണ്ടി വന്നിരുന്നു. പ്രൊമോട്ട് ചെയ്യാൻ ആളുകളുടെ ആവശ്യമുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അത്തരം ഘട്ടങ്ങളിലൊക്കെ ഇവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ വീണ്ടും പറയാണ്, പിഷാരടിയുടെ കാര്യമല്ല പറയുന്നത്, സലീം കുമാറിൻ്റെ കാര്യമല്ല പറയുന്നത്. സിനിമാ മേഖലയിലുള്ള ആളുകൾ പല രീതിയിൽ ഈ പറയുന്ന ആളുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ കഴിയില്ല. പല രീതിയിൽ സിനിമാ മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല, ബിസിനസ് രംഗത്തുള്ള ആളുകളും ഇവറ്റകളെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് വളരാനുള്ള, തഴച്ചു വളരുവാനുള്ള വെള്ളവും വളവും ഇട്ട് നൽകിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരക്കാരെ സൃഷ്ടിച്ചെടുത്തത് കേരളത്തിലെ സോ കോൾഡ് മാധ്യമ പ്രവർത്തനങ്ങളും മാധ്യമ സ്ഥാപനങ്ങളുമാണ്. 1. 2, ഈ സിനിമാ മേഖലയിലുള്ള ചിലരാണ്. എല്ലാവരും എന്നല്ല പറയുന്നത്, ചിലരാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ മൊബൈൽ മാധ്യമങ്ങളുടെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ. ഇപ്പം ദിലീപിനെ കുറ്റവിമുക്തനാക്കിയെന്ന് കേരളത്തിലെ മരം കൊള്ളക്കാരൻ കാട്ടുകള്ളം വീരപ്പൻ്റെ ചാനല് ദിലീപിൻ്റെ അടുക്കളയിലടക്കം ഡ്രോൺ ക്യാമറ പറത്തി. വീട്ടിൻ്റെ അടുക്കളയിൽ ആരാണ് ഇതിനൊക്കെ ലൈസൻസ് കൊടുത്തത്? ആരാണ് ഇതിന് അവകാശം നൽകിയത്? ഒരു മാധ്യമ സ്ഥാപനമാണ് നടത്തിയത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രവർത്തനങ്ങൾ ആർക്കും ആകാമെന്നുള്ള മാതൃക കാണിച്ചു കൊടുത്തത് ഈ സോ കോൾഡ് മാധ്യമങ്ങളാണ്. അവർക്കെതിരെയാണ് ആദ്യം നടപടിയെടുക്കേണ്ടത്. പിന്നെ ഇവർ വിളിച്ചു പറയുന്ന തമ്മാടിത്തരങ്ങൾ, പച്ച നുണ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിളിച്ചു പറയുന്ന ഇതിനൊന്നും ഒരു നടപടിയുമില്ലേ? പച്ച നുണ വിളിച്ചു പറയുന്നുണ്ടല്ലോ. എന്തേ അത് വിളിച്ചു പറയുന്നത് അങ്ങനെ? ആരെങ്കിലും പരാതി കൊടുത്താൽ ഇരയ്ക്കൊപ്പം നിന്ന് കുരക്കുക. എന്നാൽ ഈ ഇര നൽകിയ പരാതി കോടതിയിലെത്തുമ്പോൾ ഇരക്കെതിരെയാവുകയും കുറ്റാരോപിതന് അനുകൂലമാകുന്ന കാഴ്ച വരുമ്പോൾ എന്തുകൊണ്ട് ഇരക്കെതിരെ, ഈ സോക്കോൾഡ് ഇരക്കെതിരെ ഇവർ സംസാരിക്കുന്നില്ല? അജണ്ടകൾ സെറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചത് കേരളത്തിലെ വേശ്യാ മാധ്യമങ്ങളാണ്. സലീം കുമാറിൻ്റെ വീട്ടിൽ നടന്ന കാര്യം അത് ഈ പറയുന്ന ഒരു വ്യക്തിയുടെ അവകാശങ്ങൾക്ക് മുകളിലുള്ള അങ്ങേയറ്റത്തെ കടന്നുകയറ്റ. ഇത് മാത്രമല്ലല്ലോ, സലീം കുമാറിൻ്റെ വീട്ടിൽ അതാണ് നടന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. സലീം കുമാറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആ പറവൂര് ടൗൺ ഹാളിൽ വന്നിട്ട് ഫാഷൻ ഷോ നടത്തിയ ആളുകളുണ്ട്. റാമ്പ് വാക്ക് നടത്തിയ ആളുകളുണ്ട്. പറവൂർ ടൗൺ ഹാളിൽ റാമ്പ് വാക്ക് നടത്തിയ ആളുകളുണ്ട്. ഇവർക്കെതിരെയൊക്കെ നടപടി വേണം. മനസ്സിലായില്ലേ? മരണ വീട് തൻ്റെ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകൾ പറവൂർ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. റിനി ആൻ ജോർജിനെ പോലെയുള്ള മൂലക്കായി പോയതിൻ്റെ വിഷമം തീർക്കാൻ, തൻ്റെ മാർക്കറ്റ് ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് സലീം കുമാറിൻ്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ അതിനെ മാർക്കറ്റാക്കാനുള്ള ഒരു ഇടമാക്കി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു റിനി ആൻ ജോർജ്. അപ്പം ഇത്തരം കൃമികീടങ്ങൾ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. മാത്രവുമല്ല, സലീം കുമാറിനെതിരെ ഈ പറയുന്ന സലീം കുമാറിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയുടെ അവസാന കാര്യങ്ങൾ നടക്കുമ്പോൾ, കർമ്മങ്ങൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ പച്ചക്ക് തെറി വിളിച്ച് അധിക്ഷേപിച്ച സഖാക്കളുണ്ട് സോഷ്യൽ മീഡിയകളിൽ.
2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ UDF-ന് വേണ്ടി പ്രചരണം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോ പറവൂരിൽ നൽകിയ സ്വീകരണത്തില് ആ വേദിയില് പങ്കെടുത്തു എന്നുള്ള കാരണത്തിന്റെ പേരില് മരിച്ചു കിടക്കുന്ന സലീം കുമാറിനെ അധിക്ഷേപിക്കുകയും തെറി വിളിക്കുകയും കേട്ടാലറക്കുന്ന രീതിയിലുള്ള തെറി അഭിഷേകം നടത്തുകയും ചെയ്ത സഖാക്കളുണ്ട്. നല്ല ഒന്നാം തരം കൃമികീടങ്ങള്, മനസ്സിലായില്ലേ? അവറ്റകളെ ഒന്നും വെറുതെ വിട്ടുകൂടാ. ഒരു മനുഷ്യന്റെ ആയുസ് കാലത്ത് ആ മനുഷ്യനുമായിട്ട് മുട്ടി നിൽക്കാൻ കഴിയാതെ വന്ന കൃമികീടങ്ങള് ആ മനുഷ്യൻ മരിച്ചു വീണപ്പോ തെറി അഭിഷേകമായിരുന്നു. നിങ്ങൾ കണ്ടതല്ലേ, നിങ്ങൾ കേട്ടതല്ലേ? എന്തൊക്കെ തരത്തിലുള്ള തെറികൾ. അപ്പോ പറഞ്ഞു വന്നത്, സലീം കുമാർ എന്ന് പറയുന്ന മനുഷ്യന്റെ നിലപാടുകൾ, അയാളുടെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തോട് വിയോജിപ്പുകൾ ഉണ്ടാവാം. എൻ്റെ രാഷ്ട്രീയത്തോട് നിങ്ങളെല്ലാവരും സമരസപ്പെടണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് പറയുന്നത് ബുദ്ധിപൂർവമല്ല, യുക്തിയല്ല. പക്ഷേ വിയോജിപ്പുകൾക്ക് ഒരു പരിധിയില്ലേ? ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ആയുസ് കാലത്ത് ആ മനുഷ്യനെ നേരിടാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് കൃമികീടങ്ങളെ കാറ്റിൽ പറത്തിയവനാ സലീം കുമാർ. ആ മനുഷ്യൻ മരിച്ചു വീണപ്പോൾ ആ മനുഷ്യനെ തെറിയഭിഷേകം നടത്തുക. ചില ആളുകൾ ആ മനുഷ്യൻ്റെ മൃതശരീരം പൊതുദർശനത്തിൽ വെച്ചപ്പോൾ അവിടെ വന്ന് ഫാഷൻ പരേഡ് നടത്തുക. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ ഇത്തരം കൃമികീടങ്ങൾ, എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇത്തരം ആളുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാണോ? അതിനിപ്പോൾ മൊബൈൽ മാധ്യമങ്ങളാണെങ്കിലും ശരി, അതല്ല ഈ പറയുന്ന മാധ്യമ സ്ഥാപനങ്ങൾ, സ്റ്റുഡിയോകൾ നിർമ്മിച്ചിരുത്ത് അതിൽ നിന്ന് സംസാരിക്കുന്നവരാണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും ശരി, മാറ്റി നിർത്തണം. നായ തൊട്ട കലം പോലെ മാറ്റി നിർത്താൻ കേരളം തയ്യാറാവേണ്ടതുണ്ട്.